വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 1 മാസം പൂർത്തിയാകുന്നു. സമരത്തിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനാണ് ആശമാരുടെ തീരുമാനം. വേതനം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര പ്രഖ്യാപനം ആശമാർ സ്വാഗതം ചെയ്തു. ഫെബ്രുവരി 10 തുടങ്ങി 30 ദിവസം പിന്നിടുന്ന സ്ത്രീ സമരം 232 രൂപയിൽ നിന്നും 700 രൂപയാക്കി മിനിമം കൂലി വർദ്ധിപ്പിക്കുക, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ പെൻഷൻ തുകയായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ. ദിവസം ഇത്ര പിന്നിട്ടിട്ടും സർക്കാർ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ സമരം ഇനി അടുത്ത ഘട്ടത്തിലേക്ക്. ഈ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് പിടിവാശി പിടിച്ചുകൊണ്ട് ഇത് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയത്തെ പോലെ അവതരിപ്പിക്കുന്നത് തീരെ ശരിയല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഉയർന്ന ഘട്ടം നിലയ്ക്ക് ഉപരോധത്തിലേക്ക് കടക്കും. ഉച്ചയായതോടെ കേന്ദ്രമന്ത്രി JP നദ്ദയുടെ രാജ്യസഭയിലെ പ്രഖ്യാപനം വരുന്നു. ആശമാർക്ക് വേതനം വർദ്ധിപ്പിക്കും. പിന്നാലെ സമരവേദി സാക്ഷിയായത് വൈകാരിക നിമിഷങ്ങൾക്കാണ്. വീട് വിട്ടിട്ട് 30 ദിവസമായി മക്കളെ ഭർത്താവിനെയല്ല വിജയിച്ചു വന്നാണ്. കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നുവെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശമാർ. സമരത്തിന്റെ അവസാനം നമ്മൾ ഉന്നയിച്ച ഓണറേറിയ വർധനവും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ തീരുമാനം അറിഞ്ഞിട്ട് നമ്മൾ സമരം പിൻവലിക്കത്തുള്ളൂ. സമരത്തിന് പിന്തുണയേറുകയും സമരത്തിന്റെ രൂപവും ഭാവവും മാറുകയും ചെയ്യുന്നതോടെ സംസ്ഥാന സർക്കാർ നിലപാട് എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ആശമാർ. മീഡിയ 1 തിരുവനന്തപുരം.